എല്ലാവർക്കും മലപ്പുറം ക്വിസിലേക്ക് സ്വാഗതം. ഈ വരുന്ന 14-ാം തീയതി സ്കൂൾ തല അക്ഷരമുറ്റം ക്വിസാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമീഡാണ് ഏറ്റവും വലിയ ഉപഗ്രഹം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ഏറ്റവും ചെറുത് ബുധനാണ്. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങളാണ് കഥകളിയും കൂടിയാട്ടവും. കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം 140. ആനമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഉത്തരം പശ്ചിമഘട്ടം. കേരളത്തിലെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്ററാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയതാരാണ്? മനു ഭാക്കറാണ് കേട്ടോ, ഹരിയാന. 2024 ജൂലൈ ശക്തമായ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേത് ജില്ലയിലാണ്? വയനാടാണ് മുണ്ടക്കൈ ചൂരൽമലയൊക്കെ ഉള്ളത്. ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം സാഞ്ചിയാണ്. 2024 കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദി കൊച്ചിയാണ്. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം എന്താണ്? ഉത്തരം മണികർണികയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഓർമ്മയ്ക്ക് തപാൽ സ്റ്റാമ്പിറക്കിയ ആദ്യ വിദേശ രാജ്യമേതാണ്? ഉത്തരം ശ്രീലങ്കയാണ്. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? MB രാജേഷാണ് കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ. കേളപ്പൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ്? പയ്യന്നൂരാണ്. ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് നെൽസൺ മണ്ടേലയെയാണ് ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത്. മരച്ചീനിയിൽ എവിടെയാണ് ആഹാരം സംഭരിക്കുന്നത്? വേരിലാണ് മരച്ചീനിയിൽ ആഹാരം സംഭരിക്കുന്നത്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനശാഖയുടെ പേര് ഒപ്റ്റിക്സ് എന്നാണ്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ചിറ്റൂർ, പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ്. കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ആദ്യ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡാണ്. 1498 യൂറോപ്യൻ സഞ്ചാരിയായ വാസ്കോഡ ഗാമ വന്നിറങ്ങിയ സ്ഥലം എവിടെയാണ്? കോഴിക്കോട് കാപ്പാടാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ചെമ്പഴന്തി, തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലാണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? തൈമോസിൻ. മനുഷ്യ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ്? 65%. ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി.
ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുതേ.